റോമൻ റെയിൻസും CM പങ്കും അടിയോടടി. ഒരാഴ്ച വരുന്നു റോമനെ പങ്ക് അറ്റാക്ക് ചെയ്യുന്നു, അടുത്ത ആഴ്ച വരുന്നു പങ്കിനെ റോമൻ അറ്റാക്ക് ചെയ്യുന്നു. ഇവർ തമ്മിലുള്ള ഫ്യൂഡ് വളർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും റെസ്ൽമേനിയ 42ന്റെ മെയിൻ ഇവന്റ് ആയിട്ട്, അതും ഡേ 2ന്റെ മെയിൻ ഇവന്റ് ആയിട്ട് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ ഒരു മാച്ചിന് വേണ്ടി തന്നെയാണ്. അധികം കായിക ബലമൊന്നും തന്നെ ഉപയോഗിക്കാതെയായിരുന്നു ഇതുവരെയുള്ള സെഗ്മെന്റുകൾ നടന്നു പോയിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിലും എല്ലാ സെഗ്മെന്റുകളുടെയും ഏറ്റവും അവസാനം ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് അടി കിട്ടാറുണ്ട്. മിക്കവാറും അടുത്ത ആഴ്ച നടക്കാൻ വേണ്ടി പോകുന്ന റോ എപ്പിസോഡിൽ ഇവർ തമ്മിലുള്ള ഒരു വലിയ ബ്രോൾ തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതുവരെ ഇവരുടെ സ്റ്റോറിയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു വെനസ്ഡേ നൈറ്റ് സ്പെഷ്യൽസ്. റോയൽ റംബിൾ 2026 റോമൻ റെയിൻസ് വിജയിച്ചതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിലെ കാര്യങ്ങളെല്ലാം തന്നെ വെച്ചിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എലിമിനേഷൻ ചേംബർ 2026 CM പങ്ക് ഫിൻ ബാലറിനെതിരെ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡ് മുതലാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. റോമൻ റെയിൻസ് ആയിരുന്നു റിംഗിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഫാൻസ് മുഴുവൻ OTC എന്ന് പറഞ്ഞിട്ടുള്ള ചാൻറ്റുകളുമായിട്ട് വരികയുണ്ടായി. റോമൻ ഫാൻസുകളോട് മുഴുവൻ അക്നോളജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ തന്നെ CM പങ്ക് ആയിരുന്നു അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പങ്കിനും അതുപോലെ തന്നെ ഫാൻസിന്റെ സൈഡിൽ നിന്നും നല്ല രീതിയിലുള്ള റിയാക്ഷൻ കിട്ടുകയുണ്ടായി. പങ്ക് വന്നുകൊണ്ട്, എന്തിനാണ് റോമൻ നീ എന്നെ ദേഷ്യത്തോടു കൂടി നോക്കുന്നത്? റോമനെ ഞാൻ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, റോമൻ റെയിൻസിന്റെ ഈഗോ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് അക്നോളജ് മീ എന്ന് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്? ജസ്റ്റ് ഒരു ട്വീറ്റ് ചെയ്താൽ പോരായിരുന്നോ? ഇനി വരാൻ വേണ്ടി പോകുന്ന 7 ആഴ്ചകളിലും നിനക്കെതിരെ മത്സരിക്കാൻ വേണ്ടി, നിനക്കൊരു റെസ്ൽമേനിയ മെയിൻ ഇവന്റ് ഉണ്ടാക്കി തരാൻ വേണ്ടി ഞാൻ തന്നെ നടക്കണ്ടേ? ഈ ഒരു ഷോ നടക്കുന്ന ഇൻഡ്യാനാപോളിസിൽ തന്നെയാണ് ഷീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടീം ഡെബ്യൂ ചെയ്തിട്ടുള്ളത്. ഞാനാണ് റെയിൻസിനെ ഈ ഒരു വലിയ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ റോമൻ പറയുകയുണ്ടായി, നീയല്ല എന്നെ പിക്ക് ചെയ്തിട്ടുള്ളത്, ഞാനാണ് പങ്കിനെ പിക്ക് ചെയ്തത്. അതായത് പണ്ട് ഷീൽഡ് ടീം തുടങ്ങിയ സമയത്ത് റോമൻ റെയിൻസ് ഒഴികെ ബാക്കിയുള്ള 2 പേരെയും പിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് CM പങ്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ തവണ റോമൻ നീ എന്നെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിനക്ക് എന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു, നീ എന്നെ ഹേറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. റോമൻ അപ്പോൾ തന്നെ അത് സമ്മതിക്കുകയുണ്ടായി. എന്നിട്ട് റോമൻ പറഞ്ഞത് CM പങ്ക് ആകെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് പഴയ ഫാൻസിനെയും അതുപോലെ തന്നെ ടീഷർട്ട് വിൽക്കാനുള്ള കുറച്ച് കാര്യങ്ങളും മാത്രമായിരുന്നു. പങ്കിനെ ഞാനൊരു ചാമ്പ്യനായിട്ട് പോലും കാണുന്നില്ല. എന്നിട്ട് പങ്കിനെ ഒരു തെറി കൂടി വിളിക്കുകയുണ്ടായി. ഞാനായിരിക്കും റെസ്ൽമേനിയയിൽ ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് റോമൻ റെയിൻസ് അട്ടഹസിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ജോൺ സീന ഒരു റിട്ടയർമെന്റ് ടൂർ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ നീയും നടത്തിക്കോ എന്നുള്ളത് പങ്കിനോട് പറയുകയുണ്ടായി. റിട്ടയർമെന്റ് ടൂർ കഴിഞ്ഞാൽ NXTയിൽ പോയി അവിടെയുള്ള താരങ്ങളെ നീ പോയി ട്രെയിൻ ചെയ്തോ, എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല എതിരാളികളെ നീ അതിൽ നിന്നും കണ്ടുപിടിച്ചതാ. റോമൻ നീ ഇപ്പോൾ ഒറ്റയ്ക്കാണ്, നിന്റെ കൂടെ ഷീൽഡ് ഇല്ല, നിന്റെ കൂടെ പോൾ ഹേമാൻ അഥവാ നിന്റെ വൈസ് മാൻ ഇല്ല. ഞാനാണ് നിന്റെ കൂടെയുള്ള വൈസ് മാനെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ നിൽക്കുന്ന ഞാനാണ് റെസ്ൽമേനിയ മെയിൻ ഇവന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിനക്ക് മെയിൻ ഇവന്റിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞതും. നീ എന്നെ ഇഷ്ടപ്പെട്ടാലും നീ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കൊരു ചുക്കുമില്ല. എന്നിട്ട് ഏറ്റവും അവസാനം റോമനെയും ഫാൻസിനെയും ഒരുപോലെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യമായിരുന്നു പങ്ക് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ നിന്നെ തോൽപ്പിക്കും, എന്നിട്ട് നിന്റെ അച്ഛന്റെ കുഴിമാടത്തിനരികെ നിന്നെയും കുഴിച്ചു മൂടും. റോമൻ റെയിൻസിന്റെ അച്ഛനായിട്ടുള്ള മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന സീക്ക എന്ന് പറഞ്ഞിട്ടുള്ള WWE ഫോമർ സൂപ്പർ സ്റ്റാറിനെ കുറിച്ചായിരുന്നു CM പങ്ക് അവിടെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് അടുത്ത ആഴ്ച പങ്ക് തന്നെയായിരുന്നു റിംഗിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഫാൻസിന് മുഴുവൻ താൻ പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ച് വളരെയധികം സങ്കടമുണ്ട്. ഒരുപാട് പേർ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഞാൻ സംസാരിച്ചു എന്നുള്ളതെല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷെ റോമൻ റെയിൻസ് ഇതുവരെ എന്റെ കരിയറിൽ എന്നെ റെസ്പെക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ ഫാൻസ് മുഴുവൻ OTC എന്ന് പറഞ്ഞിട്ടുള്ള ചാൻറ്റുകളായിരുന്നു അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ചാമ്പ്യൻഷിപ്പ്, ഈ ഒരു ടൈറ്റിൽ ഉണ്ടായിട്ടുള്ളത് തന്നെ റോമൻ റെയിൻസ് കാരണമാണ്. കാരണം റോമൻ അദ്ദേഹത്തിന്റെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് WWEക്ക് വീണ്ടും ഒരു ടൈറ്റിൽ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. റോമൻ എല്ലാ ആഴ്ചയിലും വന്ന് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ടൈറ്റിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് പങ്ക് പറഞ്ഞു. നിങ്ങളായ ഫാൻസിന് എല്ലാവർക്കും ഫൈറ്റിംഗ് ചാമ്പ്യനെയാണ് ഡിസർവ് ചെയ്യുന്നത്. അതായത് എല്ലാ ആഴ്ചയിലും വന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു ചാമ്പ്യൻ അത് ഞാനായിരിക്കും. ഞാൻ പറഞ്ഞ പോയിന്റുകളെല്ലാം തന്നെ കൃത്യമാണ്. അതുകൊണ്ടാണ് ഏറ്റവും അവസാനം കഴിഞ്ഞ ആഴ്ച റോമൻ റെയിൻസ് ഒന്നും തന്നെ മിണ്ടാതെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ റോമന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ റോമന്റെ ലെവലിലേക്ക് താഴ്ന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പോഴായിരുന്നു ജേ ഉസോ ആൻഡ് ജിമ്മി ഉസോ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ജേ ഉസോ വന്നുകൊണ്ട് CM പങ്കിനോട് നീ ഇപ്പോൾ തന്നെ സോറി പറയണമെന്ന് പറയുകയുണ്ടായി. പങ്ക് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് റോമനാണ് ഇവരെ പറഞ്ഞയച്ചത് എന്നാണ്. നിങ്ങളുടെ റോമനെ ഒറ്റയ്ക്ക് വരാൻ ധൈര്യമില്ല എന്ന് ചോദിച്ചപ്പോൾ റോമൻ പറഞ്ഞിട്ടല്ല ഞങ്ങൾ വന്നത്, ഞങ്ങളുടെ ഫാമിലിയെ കുറിച്ചാണ് നീ സംസാരിച്ചത് എന്നുള്ളതല്ല തന്നെ അവർ പറഞ്ഞു. ജിമ്മി ഉസോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിനക്ക് വേണമെങ്കിൽ റോമനെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ
ഞങ്ങളുടെ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന അങ്കിൾ സീക്കയെ കുറിച്ച് ഒന്നും തന്നെ നീ പറയാനായിട്ടില്ല. വേഗം തന്നെ നീ സോറി പറഞ്ഞോ. എന്നിട്ട് പങ്ക് സമോവൻ ഫാമിലിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഹിസ്റ്ററി അവിടെ പറയുകയുണ്ടായി. സമോവൻ ഫാമിലിയിലെ എല്ലാവരും അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, റോമൻ റെയിൻസ് ഒഴികെ ബാക്കിയുള്ള എല്ലാവരും. എന്നിട്ട് റോമനെ കുറിച്ച് ഒരുപാട് മോശമാക്കി പറയുകയുണ്ടായി. ഫാൻസ് മുഴുവൻ അവിടെ നിന്നുകൊണ്ട് നീ സോറി പറ എന്നുള്ളത് പങ്കിനോട് ചാൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. പങ്ക് ഏറ്റവും അവസാനം ജിമ്മിയുടെയും ജയുടെയും കൈപിടിച്ചുകൊണ്ട് സോറി പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹം സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉസോസിനെയും അവരുടെ ബ്ലഡ് ലൈനിനെയും ഒരു വേസ്റ്റ് ബോക്സ് പോലെ കൊണ്ടു നടന്നതിന് റോമന് വേണ്ടി ഞാൻ സോറി പറയുന്നു എന്നുള്ളതായിരുന്നു. ഡസ്റ്റി റോൾസിനെ ഡിസ്റെസ്പെക്ട് ചെയ്തതിനും റോമന് വേണ്ടി താൻ സോറി പറയുകയുണ്ടായി. റോമൻ റെയിൻസിന് ശരിക്കും ഈ ഒരു ബിസിനസ്സും ഈ മുൻപിൽ നിൽക്കുന്ന ഉസോസും ഇവിടെ നിൽക്കുന്ന എല്ലാ ഫാൻസിനെയും ഇഷ്ടമായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളെ വിടുന്നതിന് പകരമായിട്ട് റോമൻ ഇപ്പോൾ റിംഗിൽ നിന്നേനെ. അതും പറഞ്ഞുകൊണ്ട് CM പങ്ക് ജെയോസോയുടെ നെഞ്ചത്തിട്ട് ആ മൈക്കും കൊണ്ട് ഒരു ഇടിയടിച്ചു. ജെയോസോ പങ്കിനെ തള്ളി. തിരിച്ചു വന്നിട്ടുണ്ടായിരുന്ന പങ്കിനെ മോന്തക്കെട്ട് ജിമ്മിയുടെ വക ഒരു ഇടി കൊടുത്തു. അങ്ങനെ ഉസോസ് അവിടെ നിന്നും പോയപ്പോഴായിരുന്നു ആ ഒരു ഷോ അവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത ആഴ്ചയായി എത്തിയിട്ടുണ്ടായിരുന്നത് റോമൻ റെയിൻസ് തന്നെയായിരുന്നു. വീണ്ടും OTC ചാനലുകൾ അവിടെ മുഴുവൻ പരക്കുന്നു. പങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് അദ്ദേഹത്തിന്റെ ഷോ ആണ് എന്നുള്ളത്. പക്ഷേ ഇത് ആരുടെ ഷോ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ തന്നെ അതാ CM പങ്ക് അവിടേക്ക് എത്തി. റോമൻ ആദ്യം തന്നെ പങ്കിനെ വരവേറ്റു. എന്റെ റിംഗിലേക്ക് സ്വാഗതം, എന്റെ മെയിൻ ഇവന്റിലേക്കും സ്വാഗതം. അതുപോലെ പങ്കിന്റെ ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള പേരും കൂടി റോമൻ അവിടെ വിളിക്കുകയുണ്ടായി. പങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫിൽ എന്നുള്ളത് എന്റെ ഫ്രണ്ട്സിനും എന്റെ ഫാമിലിക്കും വേണ്ടി വിളിക്കാൻ മാത്രമുള്ള ഒരു പേരാണ്, നിനക്കത് വിളിക്കാൻ അധികാരമില്ല, അനുവാദമില്ല. അതേപോലെ തന്നെ പങ്ക് റോമൻ റെയിൻസിന്റെ ഒറിജിനൽ നെയിമിനെ കുറിച്ചെല്ലാം തന്നെ അവിടെ പറഞ്ഞിരിക്കുകയുണ്ടായി. റോമന്റെ റിയൽ നെയിം ആയിട്ടുള്ള ജോ എന്നുള്ള പേര് ഞാൻ ഒരിക്കലും വിളിക്കില്ല, കാരണം അത് സമോവൻസിന് പോലും ഒരു ഇൻസൾട്ട് ആയിരിക്കും എന്നുള്ളതായിരുന്നു പങ്ക് പറഞ്ഞത്. നീയാണോ എന്റെ പുറകെ സമോവൻസിനെ വിട്ടിട്ടുണ്ടായിരുന്നത്? അതായത് കഴിഞ്ഞ ആഴ്ച ജയയും ജിമ്മിയും വന്നുകൊണ്ട് പങ്കിനെ ക്വസ്റ്റ്യൻ ചെയ്തതിനെ തുടർന്നായിരുന്നു പങ്ക് ഇത് ചോദിച്ചത്. അപ്പോൾ റോമൻ പറഞ്ഞത് ഞാൻ അവരെ വിട്ടിട്ടുമില്ല, ഞാൻ അവരോട് പോകണ്ട എന്ന് പറഞ്ഞിട്ടുമില്ല, അവർക്ക് എന്താണോ ചെയ്യേണ്ടത് അത് അവർക്ക് ചെയ്യാം. ഇത്രയും കാലമായിട്ടും റോമൻ തന്നെ അറ്റാക്ക് ചെയ്തതിൽ താൻ വളരെയധികം സർപ്രൈസ് ആയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ വിജയിച്ചതുപോലെ തന്നെയാണ്, കാരണം റോമന്റെ തലയിൽ മുഴുവൻ ഞാനാണ്. അതായത് റോമൻ എന്നെ ആലോചിച്ചുകൊണ്ടാണ് നടക്കുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത്. അപ്പോൾ തന്നെ ഫാൻസ് മുഴുവൻ റോമൻ റെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് അവിടെ ചാൻറ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് റോമൻ റെയിൻസിന്റെ ഊഴമായിരുന്നു. റോമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വർഷം നടന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് ഷോകൾ ഉണ്ടായിരുന്നു, ഇതിൽ എത്ര എണ്ണത്തിൽ നീ മെയിൻ ഇവന്റ് ചെയ്തു? ആകെ റെസൽമേനിയയിലാണ് മെയിൻ ഇവന്റ് ചെയ്തത്, അതും ഒറ്റയ്ക്കല്ല, ഞാനും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ പങ്കിന്റെ തിരിച്ചടി, കഴിഞ്ഞ ആഴ്ച നിന്നെ ഞാൻ ഒരുപാട് വിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്നെ കോൾ ഔട്ട് ചെയ്ത സമയത്ത് നീ വന്നില്ലല്ലോ, നീ പേടിച്ചിരുന്നതല്ലേ, അതിന് പകരം നിന്റെ കസിൻസിനെ നീ അയച്ചില്ലേ? ആ ഒരു ധൈര്യമില്ലാത്തത് കൊണ്ടാണ് നിന്നെ ഫാൻസിന് ഇഷ്ടമല്ലാത്തതും എന്നെ ഫാൻസ് ഇഷ്ടപ്പെടുന്നതും. പിന്നെ അവസാനം പങ്ക് വീണ്ടും ചോദിച്ചു, ആരാണ് റിയൽ ട്രൈബൽ ചീഫ്? പിന്നീട് റോമൻ പറഞ്ഞത്, എന്തിനാണ് നിങ്ങൾ ഫാൻസ് ഈ പങ്കിന് വേണ്ടിയിട്ട് കൈയടിക്കുന്നത്? എല്ലാ ആഴ്ചയിലും വന്ന് ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഈ ഒരു വ്യക്തിക്ക് വേണ്ടി കൈയടിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? റോമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ടോപ്പ് പെർഫോമൻസ് എങ്ങനെയാണ് മത്സരിക്കുന്നത് എന്നുള്ളത് നീ കണ്ടുപഠിക്കണം. നിന്റെ വൈഫ് ഏജലി, ഞാനും അതെല്ലാം തന്നെ ടോപ്പ് പെർഫോമൻസ് ആണ്. ഞങ്ങൾ എപ്പോഴും വന്ന് മത്സരിക്കില്ല, പാർട്ട് ടൈമറായിട്ട് മാത്രമേ ഞങ്ങൾ മത്സരിക്കാറുള്ളൂ. നീ എൻ്റെ സമയം വെറുതെ കളയല്ലേ. ഇതും പറഞ്ഞുകൊണ്ട് റോമൻ റിംഗിൽ നിന്നും ഇറങ്ങിപ്പോവുകയുണ്ടായി. ഇറങ്ങിപ്പോകാൻ നിൽക്കുമ്പോൾ CM പങ്ക് അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു. ഞാൻ പറയാതെ നിനക്ക് ഇറങ്ങിപ്പോകാൻ അനുവാദമില്ല, ഇത് എൻ്റെ റിംഗാണ്, ഇത് എൻ്റെ ടൈറ്റിലാണ്, റെയിൻസ് എപ്പോൾ ലീവ് ചെയ്യണമെന്നുള്ളത് ഞാൻ പറയും. ഈ ഒരു റെസൽമേനിയ ആയിരിക്കും നീ മെയിൻ ഇവന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏറ്റവും അവസാനത്തെ റെസൽമേനിയ. റെസൽമേനിയയിൽ വെച്ച് എല്ലാവരുടെയും മുൻപിൽ നിർത്തി നിന്നെ ഞാൻ ഗോ ടു സ്ലീപ്പ് ചെയ്തിരിക്കും. പങ്കെ, നീ മൈക്രോഫോണിലും മൈൻഡ് ഗെയിംസിലും സൂപ്പറാണ്. നീ നിന്റെ ലൈഫിൽ ഫേസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ ഞാനായിരിക്കും. ഇപ്പോൾ നിനക്കൊന്നും നടക്കാൻ പോലും വയ്യ, നീ ഇപ്പോൾ ഫാസ്റ്റർ അല്ല, നീ ഇപ്പോൾ സ്ട്രോങ്ങർ അല്ല, ഞാനുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നീ ഒന്നുമല്ല. ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നിന്റെ മേൽ കിടക്കുന്നത് തന്നെ ഒരു നാണക്കേടാണ്, നീ വയസ്സനാണ്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും CM പങ്ക് റോമന്റെ മോന്ത കിട്ടുന്നത് കൊടുത്തു. അടി കിട്ടിയിട്ടും റോമൻ റെയിൻസ് അവിടെ നിന്നും ചിരിക്കുകയായിരുന്നു. റോ ജനറൽ മാനേജർ ആയിട്ടുള്ള ആദം പിയേഴ്സും ബാക്കിയുള്ളവരും അവിടേക്ക് വരികയുണ്ടായി. CM പങ്കിനെ പിടിച്ചു വെച്ചു. റോമൻ ചിരിച്ചുകൊണ്ട് പങ്കിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. റോമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എനിക്കും അറിയാമടാ മൈൻഡ് ഗെയിംസ് കളിക്കാൻ വേണ്ടി. അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡ്, അതായത് ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡ്, CM പങ്ക് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഫാൻസ് മുഴുവൻ അദ്ദേഹത്തെ ചിയർ ചെയ്യുകയുണ്ടായി. പങ്കിന്റെ ഇന്നത്തെ പ്രോമോ ശ്രദ്ധിച്ച് പറയണമെന്നുള്ളത് ജിമ്മിയൂസോ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പങ്ക് അവിടെ നിന്നും പറഞ്ഞു. കാരണം ജെയൂസോ വളരെയധികം ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. റോമൻ റെയിൻസിന് തന്റെ കസിൻസ് ഇല്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അവരുടെ ഫാമിലിയിലുള്ള ഒരാൾക്കും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും മാച്ചിൽ ആരെങ്കിലുമൊക്കെ വേണ്ടിവരും. സമോവൻ ഫാമിലി
ഫാമിലിയിലെ ഒരാൾ പോലും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച റോമൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ കേട്ടു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിച്ചിട്ടുണ്ടായിരുന്നത് എന്നെ അവൻ വയസ്സൻ എന്ന് വിളിച്ചു, എന്നെ അവൻ ഓൾഡ് എന്ന് വിളിച്ചു. അവൻ പറഞ്ഞ ആ വേർഡിനെ അല്ല എനിക്ക് പ്രശ്നം, ഇതാരാണ് പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചാണ്. റോമൻ റെയിൻസ് ഒരിക്കലും എന്നെ അങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നിട്ട് ഫാൻസിനോട് ചോദിച്ചു ഞാൻ ഓൾഡ് ആണോ എന്ന്. ഫാൻസ് മുഴുവൻ യെസ് ചാൻഡുകളായിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ പങ്ക് പറഞ്ഞു ഞാൻ ഓൾഡ് തന്നെയാണ്, പക്ഷേ എനിക്കതിൽ ഒരു നാണക്കേടുമില്ല. എനിക്കതിൽ നാണക്കേടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ റോമൻ റെയിൻസ് ഡൈ ചെയ്തു വരുന്നത് പോലെ എൻ്റെ നരകൾ ഞാൻ കറുപ്പടിച്ച് വന്നേനെ. ടെറി ഫങ്ക് എങ്ങനെയാണോ മത്സരിക്കുന്നത് അതുപോലെ തന്നെയാണ് താൻ മത്സരിക്കുന്നതെല്ലാം തന്നെ പങ്ക് പറഞ്ഞു. ടെറി ഫങ്ക് ഏകദേശം നല്ല പ്രായം വരെ മത്സരിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ സമോവൻസുമായിട്ടും തനിക്കൊരു മാച്ച് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജെയോസോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് തനിക്ക് താല്പര്യമുള്ളത്. എന്നിട്ട് ജെയോസോയുടെ ഈറ്റിനെ കുറിച്ചെല്ലാം തന്നെ അവിടെ കളിയാക്കി സംസാരിച്ചു. അപ്പോൾ തന്നെ അതാ ജെയോസോ ഓടി വരുന്നു. ജെയോസോ വന്നത് ഇപ്പോൾ തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നീ എൻ്റെ ഫാമിലിയെ കുറിച്ച് ഒരുപാട് നേരമായി സംസാരിക്കുന്നു, ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഫൈറ്റ് ചെയ്തിരിക്കണം. പങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനൊരു ഫൈറ്റിംഗ് ചാമ്പ്യനാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും റെഡിയാണ് എന്നായിരുന്നു. പക്ഷേ ജിമ്മി യൂസോ ഓടി വന്നുകൊണ്ട് ജെയോസോയെ ഒന്ന് കാമാക്കുകയുണ്ടായി. ജിമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നീ മത്സരിച്ച് കഴിഞ്ഞ് വല്ല കാരണവശാലും ഡിസ്ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്, അതിൽ നമുക്ക് മത്സരിക്കാൻ കൂടി കഴിയില്ല. ഇവന്റെ കാര്യം റോമന് വിട്ടുകൊടുത്തേക്ക്. പക്ഷെ ജെ സമ്മതിച്ചില്ല. ഇവൻ നമ്മുടെ ഫാമിലിയെ കുറിച്ചാണ് പറയുന്നത്, എങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കാനാണ്? അപ്പോൾ തന്നെ റോമൻ റെയിൻസ് അവിടേക്ക് എത്തി. റോമൻ പങ്കിനെ നോക്കി, തന്റെ കസിൻസിനെ നോക്കി. റോമനും ഇതേ കാര്യം തന്നെ പറഞ്ഞു, അതായത് നിങ്ങൾക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് ഇല്ലേ എന്നുള്ളത്. റോമൻ വളരെയധികം പൊളൈറ്റ് ആയിട്ട് തന്റെ കസിൻസിനോടായിട്ട് റിങ്ങിൽ നിന്നും ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ പങ്ക് വീണ്ടും അവരെ കളിയാക്കി. ഉസോസ് നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, റോമൻ റെയിൻസിന് നിങ്ങളുടെ സഹായം വേണ്ടി വരും എന്നെല്ലാം തന്നെ. അപ്പോൾ തന്നെ ജെക്ക് ദേഷ്യം വന്നു. ജെ പങ്കിന്റെ നേരെ ഓടിയെടുത്തു. പങ്ക് ജയെ ഇടിച്ചിട്ടു. ജിമ്മി യൂസോ പങ്കിനെ പിടിച്ചു വെച്ചു. റോമന്റെ കയ്യിൽ നിന്നും സൂപ്പർമാൻ പഞ്ച് ടു CM പങ്ക്. റോമൻ അപ്പോൾ തന്നെ ഇവരോട് രണ്ടുപേരോടും റിങ്ങിൽ നിന്നും വീണ്ടും ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞു. റോ ജനറൽ മാനേജറായിട്ടുള്ള ആദം പിയേഴ്സും ടീമും വീണ്ടും വരികയുണ്ടായി. ജെ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു അവനെ തീർത്തേക്ക് റോമ. റോമന്റെ കയ്യിൽ നിന്നും ഒരു കിൻഡൽ സ്പിയർ. എന്നിട്ട് പങ്കിനെ ചവിട്ടി റിംഗ് സൈഡിലേക്ക് ഇട്ടു. റിംഗ് പോസ്റ്റിൽ തലയിടിപ്പിച്ചു. അനൗൺസർ ടേബിളിന്റെ മുകളിലുള്ള സാധനങ്ങൾ മാറ്റിവെക്കാതെ അദ്ദേഹത്തെ പവർ ബോംബ് ചെയ്തു. വീണ് കടന്നിട്ടുണ്ടായിരുന്ന പങ്കിന്റെ തലക്കിട്ട് വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് റിങ്ങിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന റോമൻ റെയിൻസിനെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ആഴ്ച റോമനും പങ്കും കൂടി നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുമെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടി നമുക്ക് കാത്തിരുന്ന് നോക്കാം. അതുവരേക്കും ബൈ ഗായ്സ്.